എന്റെ അന്ത്യം കുറിക്കുന്ന ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്തിമ തീരുമാനം എന്നാണ് പറഞ്ഞത്. അന്തിമ തീരുമാനം. അത് കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയും. CK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അന്തിമ തീരുമാനം പറയുന്നു. സ്ഥാനാർത്ഥിക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ പോലും പി വി അൻവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ബാക്കി എങ്ങനെ ഉണ്ടാകുന്നുള്ള വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സ്ഥാനാർത്ഥിയെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് വി ഡി സതീശൻ പറയുന്നത്. അന്തിമ തീരുമാനം വൈകിട്ടെന്നും പറയുന്നു. തയ്യാറാണോ ഇനി? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും UDF ഘടകകക്ഷിയുടെ എല്ലാ നേതാക്കന്മാരോടും കോൺഗ്രസിലെ ഞാൻ പേരെടുത്ത് പറഞ്ഞ മുഴുവൻ നേതാക്കളോടും അങ്ങേയറ്റ കടപ്പാടും സ്നേഹവും നന്ദിയുണ്ട്. ബാക്കി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറ്. UDF പ്രവേശനം ലഭിച്ച ആര് പിന്തുണക്കത്തെ സതീശനെതിരെയുള്ള ആരോപണങ്ങൾ അത് സ്ഥാനാർത്ഥിക്കെതിരെ എല്ലാം നാളെ പറയും. UDF പ്രവേശനം ലഭിച്ചാൽ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ലേ? നാളെ പറയാം. അസോസിയേറ്റ് അംഗമാക്കിയാൽ താങ്കൾ സംതൃപ്തരാകുമോ? നാളെ പറയാം. ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്താണ്? അത് പല അജണ്ടയുണ്ട്. സ്ഥാനാർത്ഥിയൊക്കെ ഇന്ന് തീരുമാനിക്കുമോ ഒരുപക്ഷെ ഇന്ന്? അല്ല, അതൊക്കെ എല്ലാം കൂടെ ഒറ്റയ്ക്കുന്നോട് പറയാൻ പറ്റുമോ? നാളെ എന്തായാലും ഒരു അന്തിമ തീരുമാനം താങ്കളുടെ കാര്യത്തിൽ പാർട്ടിയുടെ എന്താ പറയാ കാര്യങ്ങൾ കൂടി ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ച എനിക്ക് എന്ത് ചെയ്യാം? മത്സരിക്കുന്നുള്ള തീരുമാനം അജണ്ട പോലെ നിങ്ങൾ തീരുമാനിക്കണം. താങ്കളുടെ കാര്യത്തിൽ എന്തായാലും നാളെ അന്തിമ തീരുമാനം ഉണ്ടാവുമെന്ന് പറയുന്നു UDF. ഒരു ദിവസത്തിനകം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്റെ അന്ത്യം കുറിക്കുന്ന ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്തിമ തീരുമാനം എന്നാണ് പറഞ്ഞത്. അന്തിമ തീരുമാനം. അത് കുഴപ്പമില്ല. ഞാൻ എന്റെ അന്ത്യം കുറിക്കുന്ന